റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാർ ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്ന് പറയുമായിരുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ കടന്നു വരുന്നുണ്ട്. ആ ചിന്തകൾക്ക് ഞങ്ങൾ മറുപടി ഞങ്ങളുടെ നാവ് കൊണ്ട് പറയാൻ പോലും ഞങ്ങൾ പറയാൻ മടിക്കുകയാണ് നബിയേ. ആ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ എന്താണ് ഞങ്ങളുടെ അവസ്ഥ? അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബിമാർ ചോദിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് ഹദീസ് പറയുന്നത്. ഇമാം ഷൗക്കാനി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അന്നന്നാസ സഅലു റസൂലല്ലാഹ്, സ്വഹാബിമാർ നബി തങ്ങളോട് ചോദിച്ചു, അനിൽ വസ്വസ അല്ലതി യജിദുഹാ അഹദുഹും. ഇത് കേൾക്കുമ്പോൾ യുക്തിവാദികൾ അത് ഞങ്ങളുടെ ചിന്തയെ പറ്റി തന്നെയാണ് പറയുന്നത്. അല്ലല്ല, അത് വേറെ ചർച്ചയാണ്. ഇത് വസ്വാസിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഞങ്ങൾ പറഞ്ഞത് അതന്നെയല്ലേ? നിങ്ങൾ പറഞ്ഞത് അതല്ലല്ലോ. സ്വഹാബിമാരുടെ വസ്വാസിനെ കുറിച്ച് അല്ലതി യജിദുഹാ അഹദുഹും, ചില ആളുകൾക്ക് മനസ്സിൽ തോന്നുന്ന വസ്വാസിനെ കുറിച്ച് അവർ നബിയോട് പറഞ്ഞു. എന്താ അവർ പറഞ്ഞത്? ലഅൻ യസ്ഖുതു മിൻ ഇൻദി ഥുറയ്യാ അഹബ്ബു ഇലൈഹി മിൻ അൻ യതകല്ലമ ബിഹി. ആകാശത്തിൻ്റെ മേലറ്റത്ത് കിടക്കുന്ന ഥുറയ്യാ നക്ഷത്രം, ആ നക്ഷത്രത്തിൽ നിന്ന് താഴെ വീണ് മരിക്കലാണ് ഈ വസ്വാസ് നാവ് കൊണ്ട് പറയുന്നതിനേക്കാളും നല്ലത്. അത്രക്ക് മോശമായതോ പറയാൻ പാടില്ലാത്തതോ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് നബിയെ, പക്ഷേ ഞങ്ങളതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ദാക മഹദുൽ ഈമാൻ, അത് ശരിയായ ഈമാനാണല്ലോ. ഏത്? വസ്വാസുണ്ടാവൽ ഈമാൻ എന്നല്ല, അത് പൈശാചികമാണ്. അത് പറയാതിരിക്കലും, അത് മനസ്സുകൊണ്ട് മനസ്സിൽ വരുന്ന ആ ചിന്തക്കനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കലും, അത് നാവ് കൊണ്ട് പറയാതിരിക്കലും ചർച്ച ചെയ്യാതിരിക്കലും അതിനെക്കുറിച്ച് പേടിക്കലും ഈമാനിൻ്റെ തനിയായ വിശ്വാസം തന്നെയാണ്. ദാക മഹദുൽ ഈമാൻ. സ്വഹാബിമാർ അങ്ങനെ ചെയ്തു. അവർ പറഞ്ഞിട്ടില്ല. മനുഷ്യന് ചിന്തകൾ വരാം, മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ്, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല.